നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏട്ടൻ മറന്നുപോയതാവും, അല്ലെങ്കിൽ നാണം കൊണ്ടോ ചമ്മലും ഉണ്ടോ ഏട്ടൻ തരാതെ പോയതോ ആവാം. അതിനെ വഴിയുള്ളൂ ഏട്ടത്തി. ഈ സാരി ഓർണമെന്റ്സും ഒക്കെ ഏട്ടത്തിക്കുള്ളതാ. അയ്യോ വേണ്ട മോളെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇത് എനിക്കുള്ളതാണോന്ന് ആർക്കറിയാം? ഏട്ടത്തിക്കുള്ളത് സച്ചേട്ടൻ പിന്നെ ആർക്ക് വേണ്ടിയാ പട്ടുസാരിയും ഓർണമെന്റ്സും ഒക്കെ വാങ്ങിച്ചു വെക്കുന്നേ? ഏട്ടൻ അങ്ങനെയാ, നമ്മള് സർപ്രൈസ് തന്ന് കൊല്ലുന്ന ആളല്ലേ. ചിലപ്പോ ഇതും സർപ്രൈസ് ആയിട്ട് തരാൻ വച്ചതായിരിക്കും. ചീറ്റിപ്പോയി കാണും. അപ്പൊ നമുക്ക് തിരിച്ചും ഒരു ഞെട്ടിക്കുന്ന സർപ്രൈസ് കൊടുക്കണ്ടേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഒന്ന് തെളിച്ചു പറ. അതെ ഏട്ടത്തി, ഇതെന്തായാലും സച്ചേട്ടൻ ഏട്ടത്തിക്ക് തരാൻ വാങ്ങി വെച്ച പട്ടുസാരിയാ. അപ്പൊ ഈ സാരി എടുത്ത് സച്ചേട്ടൻ ഏട്ടത്തിയെ കണ്ട ഞെട്ടില്ലേ? ഞെട്ടും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സർപ്രൈസ്. വാങ്ങ. ഇതിന് മാത്രം എന്താ ഏട്ടത്തി ഇങ്ങനെ ആലോചിക്കുന്നേ? ഏട്ടനിത് ഏട്ടത്തിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചതാ. ഇനി ഏട്ടൻ ഇത് വേറെ ആർക്കെങ്കിലും വേണ്ടി വാങ്ങിയതാണെന്ന് ഏട്ടത്തി കരുതുന്നുണ്ടോ? എന്റെ സച്ചേട്ടൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല. അതുമല്ല, ഇനി അങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണ് വാങ്ങിയതെങ്കിൽ ഇവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ, കൊടുക്കില്ലായിരുന്നോ? അപ്പൊ അതുമല്ല. എല്ലാം പോട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി ഏട്ടൻ ഇതൊക്കെ വാങ്ങുമെന്ന് ഏട്ടത്തി ചിന്തിക്കേ വേണ്ട. അത്രയ്ക്ക് റൊമാൻറ്റിക് ഒന്നുമല്ല എന്റെ സച്ചേട്ടൻ. ഏതോ നിത്യബ്രഹ്മചാരിയായി പോകുന്ന ഞങ്ങളൊക്കെ കരുതി അത്രയ്ക്ക് സ്ത്രീ വിരോധിയായിരുന്ന ആളാ ഇപ്പൊ ഏട്ടത്തിയുടെ കയ്യിൽ കിടന്ന് കറങ്ങുന്ന സച്ചി. മനസ്സിലായോ? ഇത് ഏട്ടത്തിക്ക് തന്നെ ഉള്ളതാ, സച്ചേട്ടന്റെ പിറന്നാൾ സമ്മാനം. അപ്പൊ ഏട്ടത്തി സാരി ഉടുത്ത് സുന്ദരിയായി സച്ചേട്ടൻ വരുമ്പോൾ ഞെട്ടിക്കാൻ വേണ്ടി റൂമിൽ തന്നെ ഇരിക്കണം. സച്ചേട്ടൻ വന്ന് കേറുമ്പോ കാണേണ്ടത് സച്ചേട്ടൻ വാങ്ങിയ സാരിയില് ദേവതയെ പോലെ സുന്ദരിയായി ഞങ്ങളുടെ ഏട്ടത്തിയാവണം. സച്ചേട്ടൻ ആശ്ചര്യപ്പെട്ട് ഏട്ടത്തിയെ കോരിയെടുത്ത് വട്ടം കറക്കും. ഈ പെണ്ണിന്റെ ഒരു കാര്യം കൂടി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, അന്നേരം നോക്കിക്കോ പുന്നാരവും കിന്നാരവും ഒക്കെ. നീ അടി വാങ്ങിക്കും കേട്ടോ, വലിയ വർത്താനം. ഇതിന്റെ കൂടെ ഏട്ടത്തി ഏട്ടന് ഏറ്റവും പ്രിയപ്പെട്ട പാലട പായസം കൂടെ ഉണ്ടാക്കിയ സച്ചേട്ടൻ ഫ്ലാറ്റ്. വരുമ്പോ തന്നെ സച്ചേട്ടന് പായസം കൊടുക്കണം. എന്നിട്ട് റൂമിലേക്ക് വിടാവും. ബാക്കി ഞാൻ ഏർപ്പാടാക്കിക്കോളാം. എങ്ങനെയുണ്ട് ഐഡിയ? സച്ചേട്ടന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴും സച്ചേട്ടൻ സന്തോഷത്തോടെ ഇരിക്കേണ്ടത് എന്റെ ആഗ്രഹം. ആ മുഖം എപ്പോഴും ചിരിച്ചു കാണണം. അത് ഞാൻ സച്ചേട്ടന് കൊടുത്ത വാക്കാം. ഓഹോ, ഇപ്പോഴേ കിനാവ് കൊണ്ട് നിൽക്കുവാണോ? മതി മതി കിനാവ് കണ്ടത്, ബാക്കി എല്ലാം നേരിട്ട് കാണാം. നിന്നെ കൂടെ കൂട്ടാനും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാനും ഒക്കെ വല്ലാതെ മോഹിച്ചതല്ലേ ഞാൻ. മറക്കാൻ കഴിയുന്നില്ല അമ്മോ. ഓരോ നിമിഷവും നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചോടി പോകുന്ന പോലെയാ ഇപ്പൊ എനിക്ക്. കാത്തിരിക്കാനല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുമ്പിലില്ല. കാത്തിരുന്ന്
ശിക്ഷ. അമ്മോ, അടിപൊളിയായിട്ടുണ്ട്. എടുത്ത് സാരിയെ കൊടുത്ത് കാണുമ്പോ എനിക്ക് കുശുമ്പ. അതെന്താ? അത്ര ഭംഗി എന്റെ എടുത്തേ കാണാൻ. എനിക്കും കൊതിയാവുക ഇതുപോലെ സാരിയെ കൊടുത്ത് നടക്കാൻ. എത്രയും വേഗം സാരി ഉടുപ്പിക്കാട്ടോ. അത്രയ്ക്ക് ധൃതിയൊന്നുമില്ല. സച്ചേട്ടനെ പോലെ നന്നായി കെയർ ചെയ്യുന്ന, ഇതുപോലെ സാരിയും ഓർണമെന്റ്സ് വാങ്ങിത്തരുന്ന ഒരാള് വന്നാ നോക്കാം. അമ്പടി കള്ളി, അപ്പൊ ധൃതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞത് വെറുതെ അല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ആലോചിക്കാട്ടോ. അയ്യോ, ഞാൻ മറന്നു. വേഗം ഇരുന്നേ. നമുക്ക് ഈ വളയും മാലയൊക്കെ ഇടണ്ടേ? വാ ഇരിക്ക്. ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. ഈ താലിമാല തന്നെ ഒരുപാട് വലുതാ. ഒരു കൂടുതലില്ല ഏട്ടത്തി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ലതല്ലേ? സച്ചേട്ടൻ കുറെ വാങ്ങിയിട്ടുണ്ടല്ലോ ഏട്ടത്തി. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. കള്ളൻ ഒന്നും പറയത്തില്ല. ദേ, ഈ വള ഊരിട്ട് ഇതങ്ങോട്ടിട്ടെ. അയ്യോ വേണ്ട മോളെ, ഇതെന്നെ മതി. അതവിടെ വെച്ചേക്ക്. എന്താ ഏട്ടത്തി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത് എന്തിനാ? ഇവിടെ സച്ചേട്ടൻ വാങ്ങുന്നതൊക്കെ അച്ചടത്തേക്ക് വേണ്ടിയിട്ടാ. വേറെ ആർക്കും വേണ്ടിയിട്ട് സച്ചേട്ടൻ ഒന്നും വാങ്ങാറില്ല. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ സച്ചേട്ടൻ പൈസ തരും. അല്ലാതെ അത് വാങ്ങാൻ കൂടെ വരുമോ പോലും ഇല്ല. ഏട്ടത്തിക്ക് വേണ്ടി മാത്രമാ ഇങ്ങനെ സാരിയും വളകളും ഒക്കെ വാങ്ങുന്നത്. അപ്പൊ ആ സാരിയൊക്കെ ഏട്ടത്തി ഇട്ട് കാണണമെന്ന് ഏട്ടന് ആഗ്രഹം കാണില്ലേ? ഏട്ടത്തിക്ക് എന്താ പേടിയാണോ സച്ചേട്ടൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച്? ഏടത്തിക്കിടാൻ വാങ്ങി തരുന്ന സാധനങ്ങള് ഏടത്തി ഇടാതെ വരുമ്പോഴല്ലേ സച്ചേട്ടന് വിഷമം തോന്നുന്നേ? ഒരുപാട് ആഭരണങ്ങളൊന്നും ഇടുന്നത് എനിക്കിഷ്ടല്ല മോളെ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലേ ഏടത്തി ആഭരണങ്ങൾ ഇടുന്നത് എനിക്കിഷ്ടമാ. അതുകൊണ്ട് ഇതെല്ലാം ഇട്ടേ പറ്റൂ. കൂട്ടുകാരൻ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, എന്റെ കൂടെ എല്ലാരും ഉണ്ട്. ആ, എന്നിട്ട് ഇവിടെ ഭാര്യ? ഞാനൊന്ന് കാണട്ടെ. അവൾ അവിടെ ഉണ്ട്. കിടുക്കാച്ചായിട്ടുണ്ട്. എന്ത് ഭംഗിയാ! ഇപ്പഴാ ഈ സ്വർണത്തിന് തന്നെ ഭംഗി വന്നത്. നോക്കട്ടെ അർച്ചന സച്ചിദാനന്ദന്റെ പൂർണ്ണ രൂപം. മഹാലക്ഷ്മി പോലെയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.